റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ ഓരോരുത്തരും വൺ വേ ഓർ അനദർ റിജക്ഷനിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ആൻഡ് ഇതിനെങ്ങനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പേഴ്സണലി എടുക്കാതിരിക്കുക എന്നുള്ളത്. റിജക്ഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ വേർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ബട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് യു. സംടൈംസ് ടൈമിങ്, സിറ്റുവേഷൻ, അവിടെ ഉണ്ടാവുന്ന മിസ്മാച്ച്, ഇതുകൊണ്ടാണ് റിജക്ഷൻ സംഭവിക്കുന്നത്. സെക്കൻഡ് വണ്ണാണ് നെഗറ്റീവ് തോട്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ഒരു റിജക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന ചിന്തകളാണ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ. ബട്ട് നമുക്ക് വരുന്ന ചിന്തകൾ പലപ്പോഴും ഫാക്റ്റ് അല്ല. ഈ ചിന്തകളെയും ഫാക്റ്റിനെയും വേർതിരിക്കാൻ നമ്മൾ പഠിക്കണം. തേർഡ് വണ്ണാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഐസൊലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. റിജക്ഷൻ കഴിയുമ്പോൾ യൂഷ്വലി ആളുകൾ അവരുടെ ചുറ്റുപാടിൽ നിന്ന് വിഡ്രോ ആകും. പക്ഷെ ഇമോഷണൽ ഹീലിംഗ് വേഗത്തിൽ നടക്കുക നമ്മൾ നമ്മുടെ കണക്ഷൻസ് കീപ്പ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഓരോ റിജക്ഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ്. ആൻഡ് റിജക്ഷൻ ഒരാളിൽ ഇമോഷണൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നു. നമ്മുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ഹേർട്ട് ആകുമ്പോൾ അതിന് വേണ്ട കെയർ നമ്മൾ കൊടുക്കണം.